ഹായ്, വെൽക്കം ബാക്ക് ടു സ്റ്റഡി ത്രില്ലർ. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിലെ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്കാണ് കിടക്കുന്നത്. ഫസ്റ്റ് ക്ലാസ് നിങ്ങൾ കണ്ടു കാണും. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നമ്പർ സീക്വൻസ് എന്താണെന്നും അരിത്മെറ്റിക് സീക്വൻസ് എന്താണെന്നും അരിത്മെറ്റിക് സീക്വൻസിൻ്റെ എന്ത് ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും ഒക്കെയാണ് പഠിച്ചത്. ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി കാണുക. ഓക്കെ, ഇന്ന് നമുക്ക് സെക്കൻഡ് പാർട്ടിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ടെക്സ്റ്റിലെ ഫസ്റ്റ് സെക്ഷനിലുള്ള ആക്ടിവിറ്റീസാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിക്കോളൂ. കുറച്ച് ഡോട്ടുകൾ ഇട്ടിട്ട് ട്രയാങ്കിൾസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഈക്വലാറ്ററൽ ട്രയാങ്കിൾസ് ആണ്. ഈക്വലാറ്ററൽ ട്രയാങ്കിൾസ് അറിയാമല്ലോ, സൈഡുകളെല്ലാം ഈക്വലാറ്ററൽ ട്രയാങ്കിൾസ് ആണ്. ഈക്വലാറ്ററൽ ട്രയാങ്കിൾസ്, സമഭുജ ത്രികോണങ്ങൾ. ഇവിടെ നോക്കി, വി ക്യാൻ മേക്ക് ട്രയാങ്കിൾസ് ബൈ സ്റ്റേക്കിംഗ് ഡോട്ട്സ്. ഡോട്ടുകൾ ചേർത്ത് വെച്ചിട്ട് 3 ട്രയാങ്കിളുകൾ നിർമ്മിച്ചിട്ടുണ്ട്. റൈറ്റ് ദ നമ്പർ ഓഫ് ഡോട്ട്സ് ഇൻ ഈച്ച് ട്രയാങ്കിൾ. ഓരോ ട്രയാങ്കിളിലും എത്ര ഡോട്ടുകൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് എഴുതണം. ഫസ്റ്റ് ട്രയാങ്കിൾ നോക്കിയേ, 3 ഡോട്ട്സ് ആണ്. അടുത്ത ട്രയാങ്കിൾസിൽ ആ 3 എണ്ണത്തിൻ്റെ കൂടെ വീണ്ടും ഒരു 3 എണ്ണം കൂടി ആഡ് ചെയ്തു, അപ്പോൾ 6 ഡോട്ട്സ് ആണ്. മൂന്നാമത്തെ ചിത്രത്തിൽ രണ്ടാമത് വരച്ച ചിത്രത്തിൻ്റെ കൂടെ താഴത്തെ ഒരു ലൈൻ കൂടി വന്നിട്ടുണ്ട്. അവിടെ 4 ഡോട്ട്സ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ മൊത്തം എത്ര ഡോട്ട്സ് ഉണ്ട്? 10 ഡോട്ട്സ് ഉണ്ട്. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഡോട്ട്സ് നീഡഡ് ടു മേക്ക് ദ നെക്സ്റ്റ് 3 ട്രയാങ്കിൾസ് ഇൻ ദിസ് പാറ്റേൺ. ഇതിലെ അടുത്ത 3 ട്രയാങ്കിൾസ് വരയ്ക്കാനുള്ള ഡോട്ട്സ് എത്ര നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് ഇതൊരു പാറ്റേൺ ആയിട്ട് എഴുതുക. ഇതൊന്ന് നോക്കിയേ. ഫസ്റ്റിൽ 3 ഡോട്ട്സ്, അടുത്തത് 6 ഡോട്ട്സ്, അടുത്തത് 10 ഡോട്ട്സ്. ഇതിൻ്റെ റിലേഷൻ ഒന്ന് കണ്ടുപിടിച്ചേ. ആദ്യത്തെ 3നോട് 3 കൂട്ടിയപ്പോഴാണ് നമുക്ക് 6 കിട്ടിയത്. 6നോട് 4 കൂട്ടിയപ്പോഴാണ് 10 കിട്ടിയത്. അപ്പോൾ ഇനി അടുത്തത് കൂട്ടേണ്ട എത്ര നമ്പർ ആയിരിക്കും? ആദ്യം 3 കൂട്ടി, പിന്നെ 4 കൂട്ടി, അപ്പോൾ ഇനി അടുത്തത് 5 ആയിരിക്കുമല്ലോ. സോ 10 + 5, അടുത്ത ഡോട്ട്സിൻ്റെ എണ്ണം 15 ആണ്. 3 എണ്ണം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി 2 എണ്ണം കൂടെ. ഇനി കൂട്ടേണ്ടത് 6, അപ്പോൾ 15 + 6 21. ഇനി കൂട്ടേണ്ടത് 7, 21 + 7 28. അപ്പോൾ നമ്മുടെ നമ്പർ പാറ്റേൺ ഇതാണ്: 3, 6, 10, 15, 21, 28. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ചിത്രങ്ങൾ നോക്കിയാൽ മതി. ടെക്സ്റ്റിലുള്ള 3 പിക്ചറും അതുകൂടാതെ അതിൻ്റെ ബാലൻസ് ആയിട്ട് വരുന്ന 2 പിക്ചറും കൊടുത്തിട്ടുണ്ട്. അതിനകത്തുള്ള ഡോട്ട്സുകൾ എണ്ണി നോക്കുക. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. From the sequence equilateral triangle, square, regular pentagon and so on of regular polygons, form the following sequences. നമ്മുടെ റെഗുലർ പോളിഗൺസ് ഉണ്ടല്ലോ, സൈഡുകളൊക്കെ തുല്യമായിട്ടുള്ള പോളിഗൺസ് ആണ് റെഗുലർ പോളിഗൺ. അതായത് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ, 3 വശങ്ങളും തുല്യമായിട്ടുള്ള ത്രികോണം. സ്ക്വയർ, 4 വശങ്ങൾ തുല്യമായിട്ടുള്ള ക്വാഡ്രിലാറ്ററൽ. റെഗുലർ പെൻറ്റഗൺ, 5 വശങ്ങൾ തുല്യമായിട്ടുള്ള പോളിഗൺ. ഇത്രയും സാധനങ്ങൾ: ഈക്വലാറ്ററൽ ട്രയാങ്കിൾ, സ്ക്വയർ, റെഗുലർ പെൻറ്റഗൺ, അടുത്തത് റെഗുലർ ഹെക്സഗൺ. അപ്പോൾ ഇങ്ങനെയുള്ള റെഗുലർ പോളിഗൺസിനെ ബേസ് ചെയ്തിട്ട് താഴെ തന്നിരിക്കുന്ന സീക്വൻസുകൾ ഫോം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ്, നമ്പർ ഓഫ് സൈഡ്സ് 3, 4, 5, 6. ഹെക്സഗൺ വരെയുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് സം ഓഫ് ഇന്നർ ആംഗിൾസ് ആണ്. ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഓരോ പോളിഗൺസിൻ്റെയും ഇന്നർ ആംഗിൾസിൻ്റെ സം ആണ് നമ്മൾ എഴുതേണ്ടത്. 3 സൈഡുള്ള ട്രയാങ്കിളിൻ്റെ ഇന്നർ ആംഗിൾസിൻ്റെ സം എത്രയാണ്? കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിരുന്നു. കഴിഞ്ഞ 8ലും 7ലും ഒക്കെ നിങ്ങൾ പഠിച്ചതുമാണ്. 180 ഡിഗ്രി. ഇനി 4 വശങ്ങളുള്ള ക്വാഡ്രിലാറ്ററലിൻ്റെ ഇന്നർ ആംഗിൾസിൻ്റെ സം 360 ഡിഗ്രി. 5 വശങ്ങളുള്ള പെൻറ്റഗണിൻ്റെ ഇന്നർ ആംഗിൾസിൻ്റെ സം 540 ഡിഗ്രി. 6 വശങ്ങളുള്ള ഹെക്സഗണിൻ്റെ ഇന്നർ ആംഗിൾസിൻ്റെ സം 720 ഡിഗ്രി, 720 ഡിഗ്രി. അടുത്ത പാറ്റേൺ നോക്കിയേ, സം ഓഫ് ഔട്ടർ ആംഗിൾസ്. ഔട്ടർ ആംഗിൾസിൻ്റെ സം എത്രയാണ്? ട്രയാങ്കിൾസിൻ്റെ ഔട്ടർ ആംഗിൾസിൻ്റെ സം എത്രയാണ്? 360. ക്വാഡ്രിലാറ്ററലിൻ്റെയോ? അത് 360. അതായത് ഏത് പോളിഗൺ ആയാലും, റെഗുലർ പോളിഗൺ ആയാലും അല്ലെങ്കിലും ട്രയാങ്കിൾ ആയാലും ക്വാഡ്രിലാറ്ററൽ ആയാലും പെൻറ്റഗൺ ആയാലും ഏത് പോളിഗൺ ആയാലും ഔട്ടർ ആംഗിൾസിൻ്റെ സം 360 ആയിരിക്കും. അത് നിങ്ങൾ മുമ്പേ പഠിച്ചതാണ്. ദ സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഓഫ് എനി പോളിഗൺ ഈസ് 360 ഡിഗ്രി. ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് പാറ്റേൺ കൂടുതൽ കണ്ടുപിടിക്കാനൊന്നുമില്ല. സം ഓഫ് ഔട്ടർ ആംഗിൾ എന്നുള്ളത് 360, 360, 360 അങ്ങനെ കോമേട്ടങ്ങ് എഴുതിയാൽ. അടുത്തത് ആൻ ഇന്നർ ആംഗിൾ. ഒരു ഇന്നർ ആംഗിൾ, ഒരു അകക്കോണിൻ്റെ അളവ് കണ്ടുപിടിക്കുക. ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു ഇന്നർ ആംഗിൾ എത്ര ആയിരിക്കും? ടോട്ടൽ ആംഗിൾസിൻ്റെ സം 180 ആണ്. 3 ആംഗിൾസ് ആണ് 180. അപ്പോൾ ഒരു ആംഗിൾ എത്ര ആയിരിക്കും? 180/3, 60 ഡിഗ്രി. അടുത്ത ക്വാഡ്രിലാറ്ററലിൻ്റെ ഇന്നർ ആംഗിൾസിൻ്റെ സം 360, ഇന്നർ ആംഗിൾസിൻ്റെ എണ്ണം 4. അപ്പോൾ 360/4, ഒരു ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. പെൻറ്റഗൺ ആകുമ്പോൾ 540 ആണ് സം. ആംഗിൾസിൻ്റെ എണ്ണം 5. അപ്പോൾ 540/5 എത്രയാണ്? 108 ഡിഗ്രി എന്ന് കിട്ടും.
അടുത്തത് ഹെക്സഗണിൻ്റെ ഒരു ഇന്നർ ആംഗിൾ എത്രയാണ്? ഹെക്സഗണിൻ്റെ ടോട്ടൽ ഇന്നർ ആംഗിൾസിൻ്റെ സമ്മ് 720, ആംഗിളുകളുടെ എണ്ണം 6. അതായത് ഇന്നർ ആംഗിൾസിൻ്റെ സമ്മിനെ നമ്പർ ഓഫ് സൈഡ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇന്നർ ആംഗിളിൻ്റെ അളവ് കിട്ടും. നമ്പർ ഓഫ് സൈഡ്സും നമ്പർ ഓഫ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ 720/6 എന്നുള്ളത് 120 എന്ന് കിട്ടും. അപ്പോൾ ഈ പാറ്റേൺ നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇന്നർ ആംഗിളിൻ്റെ പാറ്റേൺ എത്രയാണ്? 60, 90, 108, 120. അടുത്തത് ആൻ ഔട്ടർ ആംഗിൾ. ഒരു ഔട്ടർ ആംഗിൾ എത്ര? ഔട്ടർ ആംഗിൾസിൻ്റെ സമ്മ് 360. ആ 360 നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 120 എന്ന് കിട്ടും. ഇനി ഔട്ടർ ആംഗിൾസിൻ്റെ സമ്മ് എല്ലാ പോളിഗൺസിലും സെയിം ആണല്ലോ, എല്ലാത്തിലും 360 ആണല്ലോ. അപ്പോൾ 360നെ നമ്പർ ഓഫ് സൈഡ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോ പോളിഗണിൻ്റെയും ഔട്ടർ ആംഗിൾ എത്രയാണെന്ന് കിട്ടും. ഒരു ഔട്ടർ ആംഗിൾ എത്ര എന്നുള്ളത് കിട്ടും. നോക്കിയോ, 360നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 120 കിട്ടി. അടുത്തത് 360നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 90 കിട്ടും. 360നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 72 കിട്ടും, 72 കിട്ടും. 360നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 60 ഡിഗ്രി കിട്ടും. അപ്പം നമ്മുടെ ഔട്ടർ ആംഗിളിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് 120, 90, 72, 60 ഇത്രയുമാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3 ആൻഡ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3. നമുക്കിവിടെ 2 സീക്വൻസ് എഴുതാനുണ്ട്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരുന്ന സീക്വൻസും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ വരുന്ന സീക്വൻസും എഴുതാനുണ്ട്. ഫസ്റ്റ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരുന്ന സീക്വൻസിൻ്റെ ആയിരുന്നു നോക്കാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരിക. സോ സീക്വൻസിലെ ഫസ്റ്റ് നമ്പറായിട്ട് നമുക്ക് 1 തന്നെ എഴുതാം. ഓക്കെ, 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 ആയിരിക്കും. ഓർത്ത് വെച്ചേക്കുക, ഏതെങ്കിലും ഒരു ചെറിയ നമ്പറിനെ ഒരു വലിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആ സംഖ്യ തന്നെ ആയിരിക്കും റിമൈൻഡർ. അപ്പോൾ 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്ര ആയിരിക്കും? 1 തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിലെ ഫസ്റ്റ് നമ്പർ 1 ആണ്. തൊട്ടടുത്ത നമ്പർ എത്ര ആയിരിക്കും? ഡിവൈഡ് ചെയ്യേണ്ട നമ്പർ 3 അല്ലേ? അപ്പോൾ ഇനി അങ്ങോട്ട് 3 കൂട്ടി അങ്ങ് പോയാൽ മതി. നെക്സ്റ്റ് നമ്പർ 4, അടുത്തത് 7, അടുത്തത് 10. ഒന്ന് നോക്കിയേ, 4നെയും 7നെയും 10നെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര റിമൈൻഡർ കിട്ടും? 1 കിട്ടും. അതായത് ഡിവൈഡ് ചെയ്യേണ്ട നമ്പർ ഏതാണോ അതിൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ തൊട്ടടുത്ത നമ്പറുകൾ എഴുതിയാൽ മതി. അതായത് 3ൻ്റെ ടേബിൾ നോക്കിയാൽ ഫസ്റ്റ് 3 അല്ലേ വരുന്നത്, അതിൻ്റെ തൊട്ടടുത്ത നമ്പർ 4, അടുത്തത് 6, അതിൻ്റെ തൊട്ടടുത്ത നമ്പർ 7, പിന്നെ 9, അതിൻ്റെ തൊട്ടടുത്തുള്ള നമ്പർ 10. ഇതാണ് നമ്മൾ എഴുതിയിരിക്കുന്ന സീക്വൻസ്. ഓക്കെ, രണ്ടാമത്തേത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ വരുന്ന സീക്വൻസാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. 2 അല്ലേ റിമൈൻഡർ വരേണ്ടത്. അപ്പം നമ്മൾ നേരത്തെ 1 എഴുതിയതിന് പകരം ഫസ്റ്റ് എഴുതേണ്ട ഏതാണ്? 2. പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ 3 കൂട്ടി എഴുതുക. 5, 8, 11. ഇതിലും നേരത്തെ പറഞ്ഞ അതേ റൂള് തന്നെയാണ്. ഡിവൈഡ് ചെയ്യേണ്ടത് 3 കൊണ്ടായതുകൊണ്ട് റിമൈൻഡർ 2 ആയതുകൊണ്ട് 3യോട് 2, 3യുടെ മൾട്ടിപ്പിൾസിനോട് 2 കൂട്ടിയങ്ങ് എഴുതിയാൽ മതി. നോക്കി, 5, 8, 11 എല്ലാം 3യുടെ മൾട്ടിപ്പിൾസിനോട് 2 കൂട്ടിയിരിക്കുകയാണ്. 3 + 2 5, 6 + 2 8, 9 + 2 11. ഓക്കെ, അത്രയേ ഉള്ളൂ, അതും കഴിഞ്ഞു. നാലാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റിംഗ് അസെൻഡിങ് ഓർഡർ ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിത്ത് ലാസ്റ്റ് ഡിജിറ്റ് 1 or 6. ഡിസ്ക്രൈബ് ദി സീക്വൻസ് ഇൻ 2 other ways. 1ലും 6ലും അവസാനിക്കുന്ന സംഖ്യകൾ നാച്ചുറൽ നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് സീക്വൻസ് എഴുതുക. ഇതിനെ മറ്റേതെങ്കിലും 2 തരത്തിൽ കൂടി ഡിസ്ക്രൈബ് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1ലോ 6ലോ അവസാനിക്കുന്ന നമ്പർ ഉപയോഗിച്ച് സീക്വൻസ് എഴുതുക എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? ഫസ്റ്റ് 1, അടുത്തത് 6, അടുത്തത് 11, 16, 21, 26 ഇങ്ങനെ പോകും. ഇതിനെ നമുക്കിനി 2 രീതിയിൽ കൂടി ഡിസ്ക്രൈബ് ചെയ്യണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാം? ഫസ്റ്റ് കിടക്കുന്ന 1 നമ്മൾ നേരത്തെ പറഞ്ഞ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരുന്ന അതിൽ ചെയ്തതുപോലെ ഒന്ന് നോക്കിയേ. 6 എഴുതിയിരിക്കുന്നു, 11 എഴുതിയിരിക്കുന്നു, 16 എഴുതിയിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ്? 5ൻ്റെ മൾട്ടിപ്പിൾസിനോട് 1 കൂട്ടിയ നമ്പരല്ലേ? അതായത് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരുന്ന സംഖ്യകളാണ് ഈ എഴുതിയിരിക്കുന്നത്. ഓക്കെ അല്ലേ? അത് ഒരു രീതി. ഇനി പിന്നെ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം? നമുക്ക് 1ൽ തുടങ്ങി 5 കൂടി പോകുന്ന സീക്വൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ 2 രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞു. ആ ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇനി ലാസ്റ്റുള്ള 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. 3 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ദ ഫസ്റ്റ് പിക്ചർ ഷോസ് ആൻ ഇക്വലാറ്റർ ട്രയാങ്കിൾ വിത്ത് ദ സ്മാളർ ട്രയാങ്കിൾ ഗോട്ട് ബൈ ജോയിനിങ് ദ മിഡ് പോയിൻറ്റ്സ് ഓഫ് സൈഡ്സ് കട്ട് ഓഫ്. ഫസ്റ്റ് ഒരു ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ മിഡ് പോയിൻറ്റ്സ് ജോയിൻ ചെയ്തിട്ട് വേറൊരു ട്രയാങ്കിളിൻ്റെ രൂപമുണ്ടാക്കി അത് കട്ട് ചെയ്ത് കളഞ്ഞു, സെൻറ്റർ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. ദ സെക്കൻഡ് പിക്ചർ ഷോസ് ദ സെയിം തിങ് ഡൺ ഓൺ ഈച്ച് ഓഫ് ദ 3 ട്രയാങ്കിൾസ് ഇൻ ദ ഫസ്റ്റ് പിക്ചർ. ഫസ്റ്റ് പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെയുള്ള 3 ട്രയാങ്കിൾസ് ചേർത്ത് വെച്ചിരിക്കുന്ന പടമാണ് രണ്ടാമത്തേത്. അതുപോലെ 3 ചേർത്ത് വെച്ചിരിക്കുന്നതാണ്
മൂന്നാമത്തെ പടം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. ഹൗ മെനി റെഡ് ട്രയാങ്കിൾസ് ആർ ദെയർ ഇൻ ഈച്ച് പിക്ചർ? ഓരോ ചിത്രത്തിലും എത്ര റെഡ് ട്രയാങ്കിൾസ് ഉണ്ട്, ചുവന്ന ത്രികോണങ്ങൾ എത്രയുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് പിക്ചറിൽ 3 ചുവന്ന ത്രികോണങ്ങളുണ്ട്. അടുത്തതിൽ ഇതേ ട്രയാങ്കിൾ 3 തവണ വന്നിരിക്കുക. ഇവിടെയുള്ള ട്രയാങ്കിളിൻ്റെ 3 ടൈംസ് ആയിരിക്കും രണ്ടാമത്തിൻ്റെ എണ്ണം. അത് എണ്ണി നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 3 × 3 9 എന്ന് നമുക്ക് കിട്ടും. അടുത്തത് രണ്ടാമത്തേത് പോലെയുള്ള 3 എണ്ണമാണ് മൂന്നാമത്തെ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 9 × 3 27. ഫസ്റ്റ് ചിത്രത്തിലെ ട്രയാങ്കിളിൻ്റെ എണ്ണം 3, രണ്ടാമത്തേത് 9, മൂന്നാമത്തേത് 27. അപ്പോൾ ഇതൊരു പാറ്റേൺ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ 3, 9, 27 ഇങ്ങനെ കിട്ടും. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ടേക്കിംഗ് ദ ഏരിയ ഓഫ് ഓൾ അൺകട്ട് ട്രയാങ്കിൾ ആസ് 1, കമ്പ്യൂട്ട് ദ ഏരിയ ഓഫ് സ്മാൾ ട്രയാങ്കിൾ ഇൻ ഈച്ച് പിക്ചർ. ഈ ട്രയാങ്കിളിൻ്റെ മൊത്തത്തിലുള്ള ഏരിയ 1 ആണെങ്കിൽ ഓരോ ചെറിയ ത്രികോണങ്ങളുടെയും ഏരിയ എത്ര, പരപ്പളവ് എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് ചിത്രത്തിൽ ചെറിയ ത്രികോണങ്ങൾ 3 എണ്ണം ഉണ്ട്. പക്ഷേ ആ കട്ട് ചെയ്തിരിക്കുന്ന ഭാഗത്തിനെയും കൂടി ഒരു ത്രികോണമാക്കി കൺസിഡർ ചെയ്യുക. ട്രയാങ്കിളിൻ്റെ ഷേപ്പിലാണല്ലോ അത് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മൊത്തം ടോട്ടൽ എത്രയുണ്ട്? 4 ട്രയാങ്കിൾസ് ഉണ്ട്. ചെറിയ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് മൊത്തം 4 ആക്കിയതിൽ ഒരു ഭാഗമായിരിക്കും, അതായത് 1/4. ഓക്കെ. ഇനി രണ്ടാമത്തെ നോക്കിയേ. രണ്ടാമത്തിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? ഇതിൻ്റെ 3 ടൈംസ് അല്ലേ. ഫസ്റ്റ് ട്രയാങ്കിളിലേതുപോലുള്ള 3 ട്രയാങ്കിൾസ് ചേർത്ത് വെച്ചിരിക്കുകയാണ് രണ്ടാമത്തെ ചിത്രത്തിൽ. അതുകൂടാതെ നടുക്ക് വേറൊരു ട്രയാങ്കിൾ കൂടെ ഉണ്ട്. അതിനെയും നമുക്ക് 4 ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ മൊത്തം എത്രയുണ്ട്? എണ്ണി നോക്കിയാൽ നമുക്ക് 16 ട്രയാങ്കിൾസ് കിട്ടും. അപ്പോൾ അതിലെ ഒരു ചെറിയ ട്രയാങ്കിളിൻ്റെ ഏരിയ 1/16 എന്ന് കിട്ടും, 16ൽ 1. ഇനി അടുത്തതിലേക്ക് പോയി ഇതുപോലെ വീണ്ടും 3 എണ്ണം ചേർത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ നടുക്ക് വേറൊരു ട്രയാങ്കിൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയും 4 ടൈംസ് ആണ്. സോ രണ്ടാമത്തെ ചിത്രത്തിൽ 16 ആയിരുന്നെങ്കിൽ മൂന്നാമത്തെ ചിത്രത്തിൽ അതിൻ്റെ 4 ടൈംസ് ആണ്, അതായത് 64. അപ്പോൾ അതിലെ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1/64 ആണ്, 64ൽ 1. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ഓൾ റെഡ് ട്രയാങ്കിൾസ് ഇൻ ഈച്ച് പിക്ചർ? ഓരോ ചിത്രത്തിലും ആകെ ചുവന്ന ത്രികോണങ്ങളുടെ ഏരിയ എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ചിത്രത്തിൽ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ 1/4. അതേപോലെ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. അപ്പോൾ 3 × 1/4, ആൻസർ 3/4. രണ്ടാമത്തെ ചിത്രത്തിൽ 1/16 ആണ്. അതേപോലെ എത്ര ട്രയാങ്കിളുണ്ട്? ചുവന്ന ത്രികോണങ്ങൾ 9 എണ്ണം ഉണ്ട്. അപ്പോൾ 9 × 1/16, ആൻസർ 9/16. മൂന്നാമത്തെ ട്രയാങ്കിളിലോ റെഡ് ട്രയാങ്കിൾസിൻ്റെ എണ്ണം 27 ആണ്. ടോട്ടൽ ട്രയാങ്കിൾസിൻ്റെ എണ്ണം 64 ആണ്. അപ്പോൾ അവിടുത്തെ ആൻസർ 27/64 എന്ന് കിട്ടും. ഓക്കെ. നാലാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് ദ ഫസ്റ്റ് 5 ടൈംസ് ഓഫ് ഈച്ച് ഓഫ് ദ 3 സീക്വൻസസ് ഗോട്ട് ബൈ കണ്ടിന്യൂയിങ് ദിസ് പ്രോസസ്. ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് അതൊരു സീക്വൻസ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് 5 ടൈംസ് എത്ര ആയിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. ഒന്നാമത്തെ സീക്വൻസ് എന്തായിരുന്നു? അതായത് ട്രയാങ്കിൾസിൻ്റെ എണ്ണം, റെഡ് ട്രയാങ്കിൾസിൻ്റെ എണ്ണം പറഞ്ഞിരിക്കുന്നത് 3, 9, 27 ഇങ്ങനെയായിരുന്നു. ആ നമ്പറുകളുടെ ബന്ധം എന്താണെന്ന് കണ്ടുപിടിച്ചേ. 3 × 3 9, 9 × 3 27. അപ്പോൾ അടുത്ത നമ്പർ എത്ര ആയിരിക്കും? 27 × 3 81. നെക്സ്റ്റ് 81 × 3 243, 243. അടുത്ത പാറ്റേൺ നോക്കിയേ. 1/4, 1/16, 1/64. 1-ന് ഒരു മാറ്റവുമില്ല, അതായത് നമ്മുടെ ന്യൂമറേറ്ററിന് ഒരു മാറ്റമില്ല. മാറ്റം വരുന്നത് ഡിനോമിനേറ്ററിനാണ്. എത്രയൊക്കെയാണ്? 4, 16, 64. 4 × 4 16, 16 × 4 64. അപ്പോൾ 64നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അടുത്ത നമ്പർ കിട്ടും, അതായത് 256. 64 × 4 256. അപ്പോൾ അടുത്ത നമ്പർ എത്ര ആയിരിക്കും? 256. 1/256. അതിനെ അടുത്ത വീണ്ടും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അടുത്ത നമ്പർ കിട്ടും, 1/1024. 1/1024, 1024ൽ 1. അപ്പോൾ നമ്മുടെ പാറ്റേൺ എന്ന് പറയുന്നത് 1/4, 1/16, 1/64, 1/256, 1/1024. നാലാമത്തെ പാറ്റേൺ നോക്കിയേ. 3/4, 9/16, 27/64 ഇത്രയുമാണ്. ഇതിൽ നമുക്ക് ഫില്ല് ചെയ്യാൻ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ. ന്യൂമറേറ്ററായിട്ട് ഫസ്റ്റ് പാറ്റേണിലുള്ള 81ഉം 243ഉം എഴുതുക. ഡിനോമിനേറ്ററായിട്ട് തേർഡ് പാറ്റേണിലുള്ള 256ഉം 1024 എഴുതുക. അതായത് 81/256ഉം 243/1024 ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെക്ഷനിലുള്ള ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞു. അരിത്മെറ്റിക് സീക്വൻസിൻ്റെ മൂന്നാമത്തെ പാർട്ട് ഉടനെ ഉണ്ടാവും. അതിൽ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യാം. സോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചെയ്യാം. ഓക്കെ, ടാറ്റ.